വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം, അധ്യായം 22, 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. വിവാഹ വിരുന്നിന്റെ ഉപമ. യേശു വീണ്ടും ഉപമകൾ വഴി അവരോട് സംസാരിച്ചു. സ്വർഗരാജ്യം തന്റെ പുത്രനു വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന്റെ സാദൃശ്യം. വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു. എന്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. വിവാഹ വിരുന്നിനു വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്നു പറയുവിൻ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരു വൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അവമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകളെ നശിപ്പിച്ചു. അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു, വിവാഹ വിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? യേശുവിന്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ് സ്വർഗരാജ്യത്തെ പറ്റിയുള്ള ആശയം. ഈ ആശയം അനുവാചകരിലെ എത്തിക്കുന്നതിനു വേണ്ടി, തന്റെ അനുയായികൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ആയിരിക്കണം യേശു പറഞ്ഞിട്ടുള്ള കഥകള് അധികവും. ഈ കഥകളിൽ തന്നെ ഏറിയ പങ്കും ഒരു സദ്യയായിട്ട് ബന്ധപ്പെടുത്തി, ഒരു വിരുന്നായിട്ട് ബന്ധപ്പെടുത്തിയാണ് യേശു പറയുന്നതായിട്ട് നാം കാണുന്നത്. അതിനുള്ള ഒരു ഉദാഹരണം എന്ന രീതിയിൽ തന്നെ ഇന്നത്തെ സുവിശേഷം നമുക്ക് കാണാം. തന്റെ പുത്രന്റെ വിവാഹ വിരുന്നിനെ ക്ഷണിക്കാൻ വേണ്ടി ഭൃത്യന്മാരെ പറഞ്ഞയച്ച രാജാവിന് സദൃശനമാകുന്നു സ്വർഗരാജ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ ആരംഭം തന്നെ. ഈ കഥയിൽ കാണുന്ന രാജാവ് പിതാവായ ദൈവം തന്നെ ആയിരിക്കാനാണ് സാധ്യത. പുത്രൻ താൻ തന്നെ യേശുക്രിസ്തു ആകാനാണ് കൂടുതൽ സാധ്യത. പുത്രന്റെ വിവാഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക താൻ തന്റെ ജീവിതം വഴി സ്ഥിരീകരിക്കപ്പെട്ട് അടിസ്ഥാനമിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന തന്റെ ഭാവനയിൽ കാണുന്ന ആ സഭാ കൂട്ടായ്മ ആകണം. ആ സഭാ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കപ്പെട്ടവരാണ് എല്ലാവരും തന്നെ എന്നതാണ് യേശുവിന്റെ ദർശനം. ആ ദർശനം മറ്റൊരു സമയത്ത് യേശു വ്യക്തമാക്കുന്നുണ്ട്, ഒരു ആട്ടിൻപറ്റവും ഒരു ഇടയനുമാകുവാൻ ഉള്ള പ്രാർത്ഥനയിലൂടെ. യേശുവിൻ്റെതായിട്ടുള്ള ഈ ദർശനം സഭയുടെ ദർശനമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ വളരെ സ്പഷ്ടമായ രീതിയിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാവരും തന്നെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് എന്ന് ഒരിക്കലും എല്ലാവരും വിശുദ്ധരല്ല എന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള യാഥാർത്ഥ്യം അവിടെ നിലനിൽപ്പുണ്ട്.
വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെടുക എന്ന് പറയുന്നതാണ് ഈ വിവാഹ വിരുന്നിലേക്കുള്ള ക്ഷണമായിട്ട് നാം കരുതേണ്ടത്. ഇങ്ങനെ ക്ഷണം ലഭിച്ച ആ വ്യക്തികള് ക്ഷണത്തെ അവഗണിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടവരുന്ന ഒരു പറ്റം ആളുകളെ നമുക്ക് കാണാമെന്ന് കഥയിലൂടെ വ്യക്തമാക്കുകയാണ്. മറ്റൊരു വശം, ക്ഷണത്തെ അവഗണിക്കുക മാത്രമല്ല, ക്ഷണത്തിനെ വിളിക്കാൻ വന്ന ആളുകളോട് ധിക്കാരപൂർവ്വം പെരുമാറാൻ ഇടവരുന്ന ജനവിഭാഗത്തെ നമുക്ക് കാണാം. ക്ഷണം അവഗണിക്കുന്ന ആളുകളും പരിഗണിക്കാതിരിക്കുന്ന ആളുകളും ധിക്കാരപൂർവ്വം പെരുമാറുന്ന ആളുകളും ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവരുന്ന ഭവിഷ്യത്തുകൾക്ക് ഉത്തരവാദിത്വം അവർ തന്നെയാകുമെന്നും യേശു ഈ കഥയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. വേദനാജനകമായിട്ടുള്ള അനുഭവത്തിലേക്ക് അവർ തന്നെ വയ്ക്കപ്പെടാൻ ഇടവരും. ദൈവം ഒരു വിവാഹ വിരുന്നിലേക്കാണ് ജനങ്ങളെ ക്ഷണിക്കുന്നത്. ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്കല്ല ക്ഷണിക്കുന്നത്. സന്തോഷത്തോടുകൂടി വിരുന്ന് ആസ്വദിക്കാനുള്ള ക്ഷണമാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ ഇടവരാതെ ആ ക്ഷണം ദുരുപയോഗിച്ചുകൊണ്ട് അത് നരകതുല്യമാക്കി തീർക്കാൻ ഇടവരുന്നു, ദുരന്തപൂർണമാക്കി തീർക്കാൻ ഇടവരുന്നു അവരുടെ ജീവിതത്തിന്റെ വൈകൃതം കൊണ്ട്. ഈ വൈകൃതം ജീവിതത്തിൽ കാണിക്കുന്ന വ്യക്തികള് അതിനുള്ള ഭവിഷ്യത്ത് അവരനുഭവിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ യേശു ഇതിലൂടെ തന്നെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ക്ഷണം എല്ലാവർക്കുമായിട്ട് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് വരികിലും പലരും ആ ക്ഷണം കാര്യമായിട്ടെടുക്കാതെ അവയെ അവഗണിച്ച് ധിക്കാരപൂർവ്വം പെരുമാറുന്നുണ്ട് എന്ന് വരികിലും തന്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെട്ട് വളർത്തിക്കൊണ്ടുവരുന്ന സഭ, ആ കൂട്ടായ്മ, ആ സദ്യ ഒരിക്കലും തകർക്കപ്പെടുവാനോ നശിപ്പിക്കപ്പെടുവാനോ തീർത്തും അവഗണിക്കപ്പെടാനോ ഇടവരാവുന്ന ഒരു സാഹചര്യം താൻ സംജാതമാക്കുകയില്ല എന്ന്. ആ സഭയുടെ കൂട്ടായ്മ അത് സജീവമായി തന്നെ ലോകാവസാനത്തോളം നിലനിൽക്കുമെന്നുള്ള സത്യം യേശു ഈ കഥയിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഇങ്ങനെയാണ് യേശുവിന്റെ മനസ്സ് നമ്മുടെ മുമ്പിലേക്ക് കഥയിൽ കൂടെ കൊണ്ടുവരുന്നത്. ക്ഷണിക്കപ്പെട്ടവർ വളരെയാണ് എന്ന് വരികിലും തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടുള്ള ആളുകൾ വളരെ ചുരുക്കം. ആ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെ സജീവമായിട്ടുള്ള ജീവിത ശൈലി കൊണ്ട് തന്റെ സഭയാകുന്ന കൂട്ടായ്മ, ആ വിവാഹ വിരുന്ന്, അതിന്റെ പ്രസരിപ്പും അതിന്റെ പ്രസക്തിയും നിലനിർത്താൻ സാധിക്കുമെന്ന് യേശു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതോടുകൂടി തന്നെ മറ്റു ചില ഒരു കൂട്ടം ആളുകളുണ്ട്, അവര് ക്ഷണത്തെ അവഗണിക്കുന്നുവെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ ഇഷ്ടമില്ല. അവർക്കായിട്ട് നൽകപ്പെട്ടിരിക്കുന്ന ക്ഷണം പരിഗണിക്കുന്നു എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കണം. അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല വെള്ളം ചെയ്യുന്നതിനുള്ള ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ട് അവര് ആ കൂട്ടായ്മയിലേക്ക് തന്നെ കടന്നു വരാൻ ഇടവരുന്നു. പക്ഷെ ജീവിതത്തിൽ വേണ്ട വ്യതിയാനങ്ങളോ തീരുമാനങ്ങളോ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങളോ വരുത്താൻ അവർ തയ്യാറില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരുതരം കൗശലവും ഒരുതരം കാപ്പട്യവും വക്രതയും കാണിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവര് കൂട്ടായ്മയിലേക്ക്, സദ്യയിലേക്ക്, വിരുന്ന് സൽക്കാരത്തിലേക്ക് കയറിപ്പറ്റാൻ ഇടവരുന്നു. പക്ഷേ യേശു ഇന്ന് പറഞ്ഞ കഥയിൽ കൂടെ വളരെ ശക്തമായ ഒരു താക്കീത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യരെ മുഴുവൻ കബളിപ്പിച്ച് കൊണ്ടുള്ള ഒരു ജീവിതശൈലി കുറച്ചു കാലത്തോളം കുറച്ചു പേർക്ക് നടത്താമെന്ന് വരികിലും അതിശക്തമായ ഒരു സ്ക്രീനിംഗ് പ്രോസസ്സ് അവിടെ ഉണ്ടാകുമെന്നും ആ സ്ക്രീനിംഗ് പ്രോസസ്സിലൂടെ യോഗ്യരായിട്ടുള്ള ആളുകൾ മാത്രമേ തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ എന്നും അതിൽ കാപട്യവും വഞ്ചനയും കാണിക്കുന്ന ആളുകള് അതിശക്തമായ രീതിയിൽ ശിക്ഷിക്കപ്പെടാൻ ഇടവരുമെന്നും ഇന്നത്തെ കഥയിലെ സന്ദേശമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. കല്യാണ വസ്ത്രമില്ലാതെ സദ്യയിലേക്ക്, വിരുന്നിലേക്ക് കയറി വന്ന ആ മനുഷ്യന്റെ ദുരാനുഭവം ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ലഭിച്ചിരിക്കുന്ന സാഹചര്യങ്ങള് അതിന്റെ ഗൗരവവും അതിന്റെ ഉത്തരവാദിത്വവും അതിന്റെ നന്മയും പരിഗണിച്ചുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തെ വളർത്തുന്നതിന് ഉതകുന്നതാണ് എന്നുള്ള സത്യം ഗ്രഹിച്ചുകൊണ്ട് ഉത്തരവാദിത്വപൂർണമായ രീതിയിലുള്ള ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ സന്തോഷകരമായിട്ടുള്ളൊരു അനുഭവം, സദ്യ ഉണ്ണുന്ന ഒരു അനുഭവം, വിരുന്നിനു വേണ്ടി ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന മക്കളാണ് നമ്മൾ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ
സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ സന്തോഷം ഒരിക്കലും സന്താപമായിട്ട് മാറ്റാൻ നമ്മുടെ ദുഷ്ടചിന്തകളും ധിക്കാരപൂർണമായിട്ടുള്ള സമീപനങ്ങളും സ്വാർത്ഥപരമായിട്ടുള്ള രീതികളും കൊണ്ട് ഇടവരുത്തരുത് എന്നൊരു അപേക്ഷയും യേശു ഇതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് യുക്തിയും ബുദ്ധിയും അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ സ്വർഗരാജ്യത്തിലേക്കുള്ള ആ പ്രവേശനം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചുറ്റുപാടിലും ലഭ്യമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടെ പ്രദർശിപ്പിക്കപ്പെട്ടു വരുന്ന നന്മകൾ കണ്ടെത്തി ആ നന്മകൾ ആസ്വദിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം ജീവിക്കാനുള്ള മക്കളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കേണ്ടതല്ലേ എന്നതാണ് യേശു നമ്മോടായിട്ട് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് തക്കതായിട്ടുള്ള ഉത്തരം നൽകാൻ ജീവിതത്തിലൂടെ നമുക്ക് ശ്രമിക്കാം.